യമുനാ നദിക്കരയിലുള്ള പച്ചപ്പിനും വയലുകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിചിത്രമായ ഗ്രാമത്തിൽ മാധവ് എന്ന എളിയ ഗോപാലകൻ താമസിച്ചിരുന്നു. ഭഗവാൻ കൃഷ്ണനോടുള്ള ആഴമായ ഭക്തിക്ക് പേരുകേട്ട മാധവ് തന്റെ കന്നുകാലികളെ പരിപാലിക്കുന്നതിലും ഭജനകൾ പാടുന്നതിലും ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാനിക്കുന്നതിലും ദിവസങ്ങൾ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ മധുരമായ ശബ്ദം വായുവിൽ നിറയുകയും ഗ്രാമീണരെയും പക്ഷികളെയും മൃഗങ്ങളെയും പോലും കേൾക്കാൻ ആകർഷിക്കുകയും ചെയ്യും. മാധവന്റെ ജീവിതം കൃഷ്ണനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയ കുടിലിൽ മനോഹരമായി അലങ്കരിച്ച ഒരു ഭഗവാൻ വിഗ്രഹം ഉണ്ടായിരുന്നു. അത് പൂക്കൾ കൊണ്ട് അലങ്കരിക്കാനും പുതിയ വെണ്ണ അർപ്പിക്കാനും ദീപങ്ങൾ തെളിയിക്കാനും അദ്ദേഹം മണിക്കൂറുകൾ ചെലവഴിക്കുമായിരുന്നു. എല്ലാ വൈകുന്നേരവും യമുനയുടെ അരികിൽ അദ്ദേഹം തന്റെ ഓടക്കുഴൽ വായിച്ച് തന്റെ പ്രിയപ്പെട്ട കൃഷ്ണനു സംഗീതം സമർപ്പിക്കുമായിരുന്നു. ഒരു വൈകുന്നേരം അസ്തമയ സൂര്യന്റെ സ്വർണ്ണ നിറങ്ങൾ നദിയെ ചുംബിക്കുമ്പോൾ മാധവ് ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു സംഗീതത്തിൽ മുഴുകി. ശുദ്ധമായ ഭക്തി നിറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വരങ്ങൾ ദൂരെയെങ്ങും പ്രതിധ്വനിച്ചു. പെട്ടെന്ന് മൃദുവും ആകർഷകവുമായ ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ ഈണത്തെ തടസ്സപ്പെടുത്തി. "നിന്റെ ഓടക്കുഴൽ സ്നേഹത്തെ പാടുന്നു, മാധവ്," ആ ശബ്ദം പറഞ്ഞു. ഞെട്ടിക്കണ്ണു തുറന്ന് അവൻ മഞ്ഞ ധോത്തിയും കിരീടത്തിൽ മയിൽപീലിയും ധരിച്ച ഒരു യുവ ഗോപാലകനെ കണ്ടു. അവന്റെ തിളക്കമുള്ള പുഞ്ചിരിയും മാസ്മരികമായ പ്രഭാവലയവും മാധവിനെ നിശബ്ദനാക്കി. അത് മറ്റാരുമല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മാധവന്റെ ഓടക്കുഴലിൽ തൊട്ടു. "എങ്കിൽ ഈ ഓടക്കുഴൽ എന്റെ അനുഗ്രഹങ്ങൾ വഹിക്കട്ടെ. നിന്റെ സംഗീതം കേൾക്കുന്ന ഏതൊരാളും എന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ഭക്തിയുടെ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും." അന്നുമുതൽ മാധവന്റെ സംഗീതം ഗ്രാമത്തിലെ എല്ലാവർക്കും ആശ്വാസത്തിന്റെയും ആത്മീയ ഉണർവിന്റെയും ഉറവിടമായി മാറി. ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വായന കേൾക്കാൻ എത്തി. പലരും കൃഷ്ണന്റെ സ്നേഹത്താൽ നിറഞ്ഞതായി കണ്ടെത്തി. വർഷങ്ങൾ കടന്നുപോയി. മാധവന്റെ ഭക്തി കൂടുതൽ ആഴത്തിലായി. ഒരു നിലാവുള്ള രാത്രിയിൽ യമുനയുടെ തീരത്ത് അദ്ദേഹം ഓടക്കുഴൽ വായിക്കുമ്പോൾ ഒരു ദിവ്യപ്രകാശം അദ്ദേഹത്തെ പൊതിഞ്ഞു. ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരുന്ന മാധവ് കൃഷ്ണന്റെ നിത്യാനന്ദത്തിൽ ലയിച്ചുചേരുന്നു. തേജസ്സിലേക്ക് അപ്രത്യക്ഷനാകുന്നത് ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കിനിന്നു. ഇന്നും യമുനയുടെ തീരത്ത് നിങ്ങൾ സൂക്ഷ്മമായി കേട്ടാൽ മാധവന്റെ ഓടക്കുഴലിന്റെ മൃദുവും ദിവ്യവുമായ ഈണം നിങ്ങൾക്ക് കേൾക്കാനാകുമെന്ന് ഗ്രാമവാസികൾ പറയുന്നു. യഥാർത്ഥ ഭക്തി കാലത്തിനും സ്ഥലത്തിനും അതീതമാണെന്നും കൃഷ്ണനോടുള്ള സ്നേഹം ശാശ്വതമാണെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു.